LSS പരീക്ഷ സമയം തീരുന്നതിന് മുൻപ് അധ്യാപിക ഉത്തരക്കടലാസ് വാങ്ങിയ സംഭവത്തിൽ അധ്യാപികയ്ക്കെതിരെ കുട്ടികളും രക്ഷിതാക്കളും കൊടുത്ത പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു. ഇതേ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് BJP തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം AEO ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും നടത്തി. മാർച്ച് മുക്കം സിവിൽ സ്റ്റേഷന് മുമ്പിൽ വെച്ച് പോലീസ് തടഞ്ഞു. ഗേറ്റിൽ നിരുന്ന പോലീസുകാരെ പെട്ടെന്ന് പ്രവർത്തകർ തള്ളിക്കൊണ്ട് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇതേ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായി. അല്പനേരം സംഘർഷത്തിലേക്ക് നീങ്ങി. ഒടുവിൽ പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് V. ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി KS ജിതേഷ്, പ്രസിഡന്റ് PS അഖിൽ, BJP സംസ്ഥാന കൗൺസിൽ അംഗം ബാബു മൂലയിൽ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി MJ അഗസ്റ്റിൻ മാസ്റ്റർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രജീഷ് പൂക്കാട്ടു, പ്രമോദ് കുമാർജി, തങ്കച്ചൻ മാസ്റ്റർ, വിനോദ് ചേറ്റൂർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുന്ദരൻ CK വിജയൻ, സവിൻ കുമാർ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഖിൽ ശ്രീധരൻ, അനുഷാജ് എന്നിവർ നേതൃത്വം നൽകി. LSS പരീക്ഷ അവസാനിക്കുന്ന 45 മിനിറ്റിനു മുമ്പ് വിദ്യാർത്ഥികളിൽ നിന്ന് ഉത്തരക്കടലാസ് വാങ്ങിയ അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് MSF ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയം വൈകിട്ട് ഉപരോധിച്ചു. വൈകുന്നേരം 4 മണിയോടെ 8ഓളം വരുന്ന MSF പ്രവർത്തകർ മുന്നറിയിപ്പില്ലാതെ ഓഫീസിലെത്തുകയും AEO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത വിധം വാതിലിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയുമായിരുന്നു. ഒടുവിൽ 4:30ഓടെ പോലീസ് എത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പ്രതിഷേധ പരിപാടിയിൽ MSF മണ്ഡലം പ്രസിഡന്റ് ഷുഹൈബ് മലോറം, ജോയിന്റ് സെക്രട്ടറി മിത്ലാജ് മുണ്ടുപാറ, ട്രഷറർ സൽസാൽ കൂടരഞ്ഞി, മുബഷീർ, ഷഹീം എന്നിവർ നേതൃത്വം നൽകി. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.